ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷാദിൻ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളെ പാണ്ടിക്കാട് വീട്ടിലെ വീഡിയോ ആണിത്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് പങ്കുവെക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മക്കൾക്കൊന്നും സ്കൂളില്ലാതെ നിന്നപ്പോൾ വിരുന്ന് വന്നതാണ് കേട്ടോ ഞങ്ങളിവിടെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ വീടിൻ്റെത്. ചെറിയൊരു ഡബ്ബറും തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തൊടു ഇതാക്കിയിട്ട് വരമ്പിടാനും പിടിച്ചാനൊക്കെ എല്ലാ പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എല്ലാ പണിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ പറഞ്ഞു അവിടെ താഴെ ഒരു തോടുണ്ട്, ആ തോട്ടിലേക്ക് പോയാലും അമ്മച്ചിയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് അവൻ്റെ അടുത്തേക്ക് പോവാണ്. അവൻ ഈ വരമ്പൊക്കെ കണ്ടപ്പോഴേ നല്ല ഇഷ്ടമായി. കൈമ കൂടെയൊക്കെ ചാടി കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആകെ വരമ്പും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളെ അമ്മായിൻ്റെ കോഴിയാണ്. ഇത് ഒരു കരിവേപ്പിൻ മരം ഉണ്ട് ഇവിടെ വീട്ടിൽ. അപ്പോൾ അത് പണിക്കാരുണ്ടായപ്പോൾ അത് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. വീട്ടിൽ ആവശ്യത്തിന് എടുക്കാതിരിക്കാണ്ട് മരം കളഞ്ഞിട്ടൊന്നുമില്ല. അടുത്ത് ഇതേമാതിരി ചെറിയ ഡബ്ബറും തോട്ടമാണ് കേട്ടോ. വീടിൻ്റെ ചുറ്റുഭാഗങ്ങൾ ഡബ്ബറാണ്. കുറച്ച് കവുങ്ങും കാര്യങ്ങളും അതുമുണ്ട്. അപ്പോൾ ഇതിന് മോന വരമ്പ് കൂടി അങ്ങനെ പായുണ്ട് കേട്ടോ. നമുക്കവിടെ താഴെ ചെറിയൊരു തോടുണ്ട്. ആ തോട്ടിക്ക് പോയാലും വെച്ച് അവർ കളിച്ചാൻ പോയാലോ എന്നൊക്കെ പറഞ്ഞ് കണ്ട് ഓനതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വരമ്പ് നേരെ അങ്ങ് അവസാനിക്കുന്ന തോടിൻ്റെ അവിടെയാണ്. ഓനതിൽ ചാടി മുന്നിൽ ചാടി കളിച്ച് അങ്ങനെ ഉണ്ടാകുകയാണ്. ഇത് ഞങ്ങൾ ചെറുപ്പത്തിൽ ഇവിടെ കുളിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം കുറവ്. മഴ ഉണ്ടെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും ഇവിടെ. അപ്പോൾ ചെരുപ്പ് നനയും കരുതി മുന്നേ തന്നെ ചെരുപ്പൊക്കെ ഊരി റെഡിയാക്കി വെച്ചിരിക്കണ്. ആദ്യമൊക്കെ ഇവിടെ നല്ല മീൻ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇവിടുന്നതിനും കുളിച്ചിരുന്നത്. അപ്പോൾ അവൾക്ക് കല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതാകണ്ട ചെറിയൊരു കുളം ഉണ്ട് കേട്ടോ ഇവിടെ. കുളം എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു കുയ്യാണ്. ആ കുയ്യിൽ നിന്ന് വെള്ളം മുക്കിക്കാണ്ട് കല്ലുമ്മ വെച്ച് തിരുമ്പി ഞങ്ങൾ ഇവിടുന്ന് കുളിച്ചിക്കാണ്ട് പോകും കേട്ടോ. വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ വന്നിരുന്നു അന്ന്. അപ്പോൾ ആരും വരലൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുളിമുറി കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുളത്തിലും പുഴയിലും കുളികളൊക്കെ നിന്നല്ലോ. അപ്പോൾ അതൊന്നുമില്ലല്ലോ. അപ്പോൾ മോന ആ കുളത്തേക്ക് കല്ലെറിയാണ് കേട്ടോ. നോക്കി വെച്ച് കല്ലെറിയുന്ന ഞാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കി എന്നൊക്കെ പറയണ്ടോന്. അപ്പോൾ ഞാൻ ആ കുളത്തേക്ക് കല്ലെറിഞ്ഞിക്കാണ്ട് അതൊക്കെ ചെയ്തുകൊണ്ട് അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളേറെ കേട്ടോ. അടുത്തുള്ള അയൽവക്കക്കാരും മുമ്പിലൊക്കെ വന്നിട്ട് എല്ലാവരും കുളിക്കണൊരു ഇതായിരുന്നു ഇവിടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ മോനെ ഇരുന്ന് കളിച്ചാലോ ഞാനിവിടെ നീന്തിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. നീന്താനുള്ള വെള്ളം കാര്യങ്ങളൊന്നുമില്ല, എന്നാലും അവന് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിക്കുകയാണ്. ഞാൻ ഡ്രസ്സ് നനയും കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ വലിയൊരു കല്ല് എടുത്തോണ്ട് നിൽക്കണത്. ആ കല്ലെടുക്കുന്നത് ആ കുളത്തേക്ക് എറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കല്ലെടുക്കണത്. കല്ലെടുത്ത് കണ്ട് ആ കുളത്തേക്ക് എറിയാൻ ആ വെള്ളം പൊന്തുമല്ലോ, അത് കാണാൻ വേണ്ടി കണ്ടാണ്. അപ്പോൾ ഇത് അവിടെ വെള്ളത്തിലൊക്കെ കളിച്ച് അങ്ങനെ നടക്കുക. അതിൻ്റെ പടി ഈ ഭാഗത്തു കൂടിയൊക്കെ അവിടെ അങ്ങനെ വരമ്പിട്ടതാണ് കേട്ടോ പണിക്കാരുണ്ടായിട്ട്. ആദ്യമൊക്കെ ഇവിടെ നല്ല കാടും കാര്യങ്ങളേനും പോയി പണിക്കാരുണ്ടായി എല്ലാം കാടൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കണം. അപ്പോൾ ഒന്ന് കാണാമല്ലോ എന്ന് എഴുതിക്കൊണ്ട് ഇറങ്ങിയതാണ് ഞാനും മോനും. അപ്പോൾ കുറച്ച് ഇത് ഞങ്ങൾ വീടിൻ്റെ ചുറ്റുഭാഗമായി കണ്ട് ഈ ഡബ്ബറാണ് കേട്ടോ ചുറ്റുഭാഗം. ഡബ്ബറിൻ്റെ ഉള്ളിലാണ് ഞങ്ങളെ വീട്. കുറച്ച് കവുങ്ങും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായത് തന്നെ. വേനൽക്കാലത്തൊക്കെ നല്ല തണുപ്പാവും കേട്ടോ. വെയിൽ വല്ലാതെ തട്ടാത്തൊരു സ്ഥലമാണിത്. അപ്പോൾ മോന് ഇവിടുന്ന് കളിക്കുന്നിടത്തുനിന്ന് പോരാൻ തോന്നുന്നില്ല കേട്ടോ. വെള്ളത്തിൽ കളിക്കട്ടെ പറഞ്ഞുകൊണ്ട് അങ്ങനെ